Hello guys, welcome back to Shini's kitchen. അപ്പോൾ ഇന്ന് റെസിപ്പി ബിസ്കീമിയയുടെ റെസിപ്പിയാണ്. ഇതൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ബോയിൽ ചെയ്യാനായിട്ടൊന്ന് വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് മൈദാമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ദിവസമായിട്ട് ഇട്ട് ഞാൻ കുഴച്ചെടുക്കുവാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ക്യാബേജും അതുപോലെ തന്നെ ഒരു ഒനിയൻ സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ചില്ലിയും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ് ഇതുപോലെ 10 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം പരത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ വന്നിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിലാക്കി വെച്ച് കൊടുക്കാം ഫില്ലിങ്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ഇനി 2 സൈഡിലും കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ 2 സൈഡ് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ബിസ്കീമിയ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ബിസ്കീമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.